ഈ വീഡിയോ ഞാൻ ആമ്പിള്ളേർ കാണണം എന്നാഗ്രഹിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു കറക്റ്റ് ഡേ ആവുന്ന സമയത്ത് ആലോചിക്കുമ്പോൾ നരകം മുന്നിൽ ഇങ്ങനെ വന്ന് നോക്ക് ചെയ്ത് നിൽക്കുന്ന പോലൊരു ഫീലായിരുന്നു. ഞാൻ അയൺ ബോക്സ് ചെറുതാക്കി ചൂടാക്കിയിട്ട് വയറിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് ലാബിൽ വെച്ച് എനിക്ക് പീരീഡ്സ് ആയി. 3 hours 2 hours എന്ത് സംതിങ് കഴിഞ്ഞ് എണീറ്റപ്പോൾ ആ ചെയർ ഫുൾ ബ്ലഡ്. ബയോഡിഗ്രേഡബിൾ മെറ്റീരിയലാണ്. ഇത്രയും വലിയ പാഡാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും. കണ്ടോ, ഈ സൈഡിലെ ഈ ബാക്ക് സൈഡ് അത്യാവശ്യം ഒരു എന്താ പറയുക വിട്ടുണ്ട്. ഹേ ഫ്രണ്ട്സ്, ഡി സിന്ദഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പീരീഡ്സിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ്, പീരീഡ്സ് നമുക്ക് ബോഡിയിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, നമുക്ക് ബോഡിയിൽ മാത്രമല്ല നമ്മുടെ മാനസികമായിട്ട് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്. ഒരു പീരീഡ്സ് എന്ന് പറയുന്ന മന്ത്ലി ഒരു 4 to 5 days ഒരു ലേഡി കടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാനാണ്. ആൻഡ് വൺ മോർ തിങ്, ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ ആമ്പിള്ളേർ കാണണം എന്നാഗ്രഹിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഒരുപാട് പേർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒക്കെ അറിയാം, കാരണം നമുക്കിപ്പോൾ സുതാര്യമാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. ഇപ്പം പാഡ് വാങ്ങാൻ പണ്ടൊന്നും എനിക്ക് തോന്നണില്ല നമ്മുടെ ബ്രദേഴ്സിനെ കൊണ്ട് നമ്മൾ പാഡ് വാങ്ങിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ കൊണ്ട് സാനിറ്ററി നാപ്കിൻസ് മേടിപ്പിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അപ്പയൊന്നും വാങ്ങിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെ അമ്മ തന്നെയാണ് മേടിച്ച് വെക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആമ്പിള്ളേരെ അറിയണം നമ്മൾ എന്തൊക്കെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ എൻ്റെ വേർഷൻ കൂടെ ഒന്ന് പറയുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെന്താണ്, അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 7th സ്റ്റാൻഡേർഡ്, നമ്മുടെ വേനലവധി എന്നൊക്കെ പറയില്ലേ, സ്കൂൾ പൂട്ടിയിരിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആകുന്നത് തന്നെയാണെന്ന് പറയുന്നത്. ഫസ്റ്റ് പീരീഡ്സ് ആയിട്ടൊരു ഇൻസിഡൻറ്റ്, വലിയൊരു സംഭവം പോലെ വരുന്നത്. പക്ഷേ നമുക്ക് 6th ലും 7th ലൊക്കെ നമ്മുടെ ക്ലാസ്സിലെ മറ്റു പല കുട്ടികൾക്കും ഇതുപോലെ പീരീഡ്സ് എക്സ്പീരിയൻസ് വരുന്നത് കൊണ്ട് ടീച്ചേഴ്സ് മറ്റേ PT പീരീഡില്ലേ, ഡ്രില്ലിൻ്റെ പീരീഡ്, അപ്പോൾ ആൺകുട്ടികളെയൊക്കെ വേഗം കളിക്കാൻ വിട്ടിട്ട് നമുക്ക് മാത്രം കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. കാരണം പെട്ടെന്ന് നിങ്ങളുടെ യൂണിഫോമിൽ എന്തെങ്കിലും സ്റ്റെയിൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ടീച്ചേഴ്സിനെ വന്ന് ഇൻഫോം ചെയ്യണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്, പേടിക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 7th ഒക്കെ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോൾ വീട്ടിൽ അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുളിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും സ്റ്റെയിൻ പോലെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അമ്മേനോട് വന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തോ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ഉൾക്കിടലത്തോടു കൂടി ഒരു പേടിപ്പിച്ചൊരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 7th സ്കൂൾ പൂട്ടലാണ്. നമുക്ക് 8th ആ സ്കൂളിൽ തന്നെ പുതിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നെങ്കിൽ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വലിയ പ്രിപ്പറേഷനൊന്നുമില്ല, എന്നാലും എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതേപോലെ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിലാണ് ഫസ്റ്റായിട്ട് ഇങ്ങനെ പീരീഡ്സ് ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്സ് കാര്യങ്ങളൊക്കെ അറിയാം. എന്നിരുന്നാൽ പോലും ബ്ലഡ് കാണുമ്പോൾ നമുക്കൊരു തലവേദന, ഒരു പേടിയല്ലേ. അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബേസിക്സൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബേസിക് ഹൈജീൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് പറയുന്നത് ഏതൊരു പെൺകുട്ടിക്കും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു 7-8 ദിവസം നമ്മളെ ഭയങ്കര താഴത്തും തലയിലും വെക്കാതെ കൊണ്ടു നടക്കുന്നൊരു സമയമായിരുന്നു. നമുക്ക് കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നന്ദനം സിനിമയിലെ ഒരു പട്ടുപാവാടയില്ലേ, ഇങ്ങനെ ചെക്സ് ആയിട്ട് പല പല കളറിൽ, അതായിരുന്നു ഞാൻ ആ 7th ഡേ ലാസ്റ്റ് ഡേ ഇട്ടായിരുന്നത്. പിന്നെ കുറേ വളമാല, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് കിട്ടി. അമ്മ ഭയങ്കരമായിട്ട് ഫുഡ് കഴിപ്പിക്കുമായിരുന്നു. നെയ്യും മറ്റേ മുട്ടയും അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ കഴിപ്പിക്കുമായിരുന്നു. പിന്നെ ആരൊക്കെയൊക്കെയോ കാണാൻ വന്നു, അവരൊക്കെ കുറേ പലഹാരങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വന്നു. അങ്ങനെയൊക്കെ ഒരു ഓർമ്മയുണ്ട് കേട്ടോ അതിനെപ്പറ്റി. പിന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡേറ്റ് കറക്റ്റായിട്ടൊന്ന് ഓർമ്മ വെക്കണം, കലണ്ടറിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തിടണം, ഇനിയൊരു 28 days കറക്റ്റ് നോക്കണം, അപ്പോൾ ഇതിനി എല്ലാ മാസവും റിപ്പീറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഞാനങ്ങനെ കറക്റ്റ് 28 days ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അമ്മയാണ് അതൊക്കെ ഓർത്ത് വെച്ചിരുന്നത്. പിന്നെ അന്നൊന്നും പാഡായിട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നില്ല, സാനിറ്ററി നാപ്കിൻസ് ഒന്നും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല വൈറ്റ് കളർ കോട്ടൺ തുണി നല്ല ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി, നമ്മുടെ ഒരു പാത്രമൊക്കെ ഉണ്ടായിരുന്നു, പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കി അയൺ ബോക്സ് വെച്ച് കറക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് തേച്ച് അങ്ങനെ വെക്കുമായിരുന്നു. എന്നിട്ട് അത് ഓരോ തവണ അമ്മ ഇങ്ങനെ പറഞ്ഞു തരും, ഇതെങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്. ഡെറ്റോളൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു, എത്ര തവണ വാഷ് ചെയ്യണം, ഡെറ്റോളിൽ മുക്കി വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വെയിലത്തിട്ട് ഉണക്കി അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം കറക്റ്റ് ആ ടൈമൊക്കെ ആകുമ്പോൾ പിന്നെ തുണി എടുത്ത് തരും അമ്മ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ പാഡ് യൂസ് ചെയ്ത് തുടങ്ങി.
ആദ്യത്തെ കുറച്ച് നാളൊന്നും എനിക്ക് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വയറുവേദന പോലത്തെ കാര്യങ്ങളും കലാപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു എൻജിനീയറിംഗ് ഒക്കെ എത്തിയ സമയത്താണ് ഭയങ്കരമായിട്ട് വയറുവേദന സ്റ്റാർട്ട് ചെയ്തത്. പീരീഡ്സിൻ്റെ ടൈമിൽ ഡേ 1 ഭയങ്കര വയറുവേദന, ഭയങ്കര ഛർദി, ഒന്നും കഴിച്ചാൽ വയറിന് പിടിക്കാതെ ലൂസ് മോഷൻ, ഭയങ്കര മസ്കുലർ സ്പാസം, ബാക്ക് പെയിൻ, കാലിന് വേദന, അങ്ങനെ ആകെപ്പാടെ പുക. ആ ഒരു ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. എനിക്ക് ആ ഫസ്റ്റ് ഡേ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടണേ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ എല്ലാവരും പറയുമായിരുന്നു, ഇതിനൊന്നും പെയിൻ കില്ലേഴ്സ് കഴിക്കരുത്, ഇത് വേദന അനുഭവിച്ച് തന്നെ പോകണം, പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ. അങ്ങനെ കുറേ നാളൊക്കെ വേദന സഹിച്ചിട്ടുണ്ട് കേട്ടോ, ഗുളികയൊക്കെ കഴിക്കാൻ പേടിച്ചിട്ട്. പിന്നെ അമ്മ ഒരു തവണ നാട്ടിൽ സെം ബ്രേക്കിന് വന്ന സമയത്ത് ഏതോ ഒരു അരിഷ്ടോ ലേഹ്യോ അങ്ങനെയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു, വേദന കുറയുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വലിയ കാര്യമായിട്ട് ഒന്നും ഉണ്ടായൊന്നുമില്ല കേട്ടോ. പിന്നെ ഭയങ്കര വേദനയായി, സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്കായി. ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് തലവേദന, അങ്ങനെ ഒരു ജാതി ഫീലാണ്. ആ ഒരു കറക്റ്റ് ഡേ ആവുന്ന സമയത്ത് ആലോചിക്കുമ്പോൾ നരകം മുന്നിൽ ഇങ്ങനെ വന്ന് നോക്ക് ചെയ്ത് നിൽക്കുന്ന പോലൊരു ഫീലായിരുന്നു. അങ്ങനെ പതുക്കെ ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി. എല്ലാ ഗേൾസിനെയും പോലെ നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമായി. നമുക്കറിയില്ല ആ ഒരു സമയത്ത് മൂഡ് സ്വിങ്സ് വരുന്നതും ദേഷ്യം വരുന്നതും പിന്നെന്താണ് ഇങ്ങനെ ഇതിനോട് ചേർന്നിട്ട് കുറേ കാര്യങ്ങൾ വരുന്നതൊന്നും ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പീരീഡ്സിനോട് ചേർന്നിട്ട് നമ്മുടെ ഹോർമോൺസിന് വരുന്ന വേരിയേഷൻ ആണെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസ് കാണുകയും പിന്നെ നമുക്ക് ഈ അവയർനെസ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെയാണ് പീരീഡ്സ് എന്ന് പറയുന്നത് അത്ര നിസ്സാര സംഭവമല്ല, ശരീരത്തിന് വരുന്ന മാറ്റങ്ങളുടെ കൂടെ നമ്മുടെ മാനസികമായ മാറ്റങ്ങളും ആ സമയത്ത് ഉണ്ടാവും എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയത്. പീരീഡ്സിനെ പറ്റി ആലോചിക്കുമ്പോഴേ ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഊപ്സ് ആൻഡ് ജാവ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ടായിരുന്നു. 7th സെമ്മാണോ 6th സെമ്മാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതിൻ്റെ പ്രാക്ടിക്കൽ സെഷന് ഇതേപോലെ ടോട്ടൽ 23 പ്രോഗ്രാംസ് എന്തുണ്ടായിരുന്നു. ഞാൻ 22 എണ്ണം പഠിച്ചു, ഒരെണ്ണം വിട്ടുപോയി. ആ വിട്ടുപോയത് തന്നെ എൻ്റെ എക്സാമിന് വരികയും ചെയ്തു. അവിടെ ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് ലാബിൽ വെച്ച് എനിക്ക് പീരീഡ്സ് ആയി. ആക്ച്വലി 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്തോ ആണ് ഡേറ്റ് ആവേണ്ടത്. പക്ഷേ ആ ഒരു ടെൻഷനും ആ ഒരു പേടിയും പിന്നെ ഭയങ്കര നെർവസ് ആയതൊക്കെ കൊണ്ട് അപ്പോൾ പീരീഡ്സ് ആയി. ആ ലാബിലുണ്ടായിരുന്നത് ഒരു വൈറ്റ് കളർ ചെയർ ആയിരുന്നു. ഞാൻ ആ ഒരു 3 hours 2 hours എന്തോ സംതിങ് കഴിഞ്ഞ് എണീറ്റപ്പോൾ ആ ചെയർ ഫുൾ ബ്ലഡ്. അത് കണ്ടു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് എല്ലാവരും എണീറ്റ് പോകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് 2 പേരും അവരൊക്കെ കൂടെ ചേർന്ന് ആ ചെയറൊക്കെ വൃത്തിയാക്കി. എൻ്റെ ദൈവം എനിക്കൊന്ന് ഓർക്കാൻ വയ്യ, അത്രയും ചമ്മി നാണം കെട്ട് അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പീരീഡ്സ് എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു ഇൻസിഡൻ്റ് ആണ്. ഒരു പീരീഡ്സിൻ്റെ സമയത്തുണ്ടല്ലോ, ഒരു മാസത്തിലൊരു 4-5 ദിവസം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പണ്ടൊക്കെ ആരൊക്കെയോ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ്, പിന്നെ അതിനോട് ചേർന്നിട്ട് അതുപോലൊരു വേദനയാണ് നമ്മൾ മാസം അനുഭവിക്കുന്നതെന്ന്. സത്യമായിട്ട് ഞാനൊക്കെ കിടന്ന് പെടഞ്ഞിട്ടുണ്ട് കേട്ടോ, കമന്ന് കിടന്നിട്ട് കുറയാതെ. എനിക്ക് ഒരുപാട് വേസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ആണെന്ന് കുറഞ്ഞു വന്ന് തുടങ്ങിയത്, അതായത് ഒരു ടാബ്ലറ്റിലൊക്കെ നിൽക്കും എന്നുള്ള അവസ്ഥ വന്നു തുടങ്ങിയത്. ചൂടുവെള്ളം, ഹോട്ട് ബാഗ്, വയറൊക്കെ ഇങ്ങനെ ഒരു ഷോള് വെച്ച് കട്ടിക്ക് ഇങ്ങനെ മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അയൺ ബോക്സ് ചെറുതാക്കി ചൂടാക്കിയിട്ട് വയറിൽ വെച്ചിട്ടുണ്ട്. അത്രയും വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആൺപിള്ളേർ, നിങ്ങൾക്ക് വീട്ടിൽ സിസ്റ്റേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ ചേട്ടന്മാരുടെ ഭാര്യമാരുണ്ടാവും, നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവും, നിങ്ങളുടെ ലവേഴ്സ് ഉണ്ടാവും, നിങ്ങളുടെ അമ്മ ഉണ്ടാവും, അങ്ങനെ നിങ്ങളുമായിട്ട് ചേർന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു സമയം വരുമ്പോൾ ചിലപ്പോൾ അവരത് ഓപ്പണായിട്ട് പറയണമെന്നൊന്നുമില്ല കേട്ടോ. അവർക്ക് വയ്യായികയായിരിക്കും, വയറുവേദനയാണെന്ന് പറയും. ആ സമയത്തൊക്കെ നിങ്ങൾ അവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടുക കേട്ടോ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്, അല്ലേ? പണ്ടത്തെ കാലത്തെ പോലെയൊന്നല്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു തിരക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരെടുത്തൊക്കെ കുറച്ച് ഫ്രീഡം എടുക്കും, അല്ലേ? എടി എനിക്ക് വെള്ളം എടുത്തുകൊണ്ട് തടി, എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്താടി, അല്ലെങ്കിൽ എൻ്റെ കൂടെ അങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ദിവസങ്ങളിലെങ്കിലും അവരെ നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കുക, അവരെ നമ്മൾ കുറച്ചും കൂടി കെയർ ചെയ്യുക. പണ്ടൊക്കെ ഒരു കോമഡി കണ്ടിട്ടില്ലേ, എന്താണ് ചേച്ചി പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന സമയങ്ങളാണ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും, കരച്ചിൽ വരും, ഭയങ്കര സങ്കടം വരും. അപ്പം നമ്മളെ ഒന്ന് പരിഗണിക്കുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മധുരം കഴിക്കാനും പിന്നെ മറ്റേ എന്താ പറയുക, നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഫുഡ് കഴിക്കാനൊക്കെയാണ് തോന്നുക. അപ്പോൾ ആ സമയത്തൊക്കെ ഒന്ന് പരിഗണിക്കുക, അറിഞ്ഞ് ചെയ്യുക അല്ല കേട്ടോ. അപ്പം ആൺപിള്ളേർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആൺപിള്ളേർ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ആരുടെ അടുത്താണ് ഫ്രീഡം ഉള്ളത് ചോദിക്കാൻ പീരീഡ്സിനെ സംബന്ധിച്ച്? നിങ്ങളുടെ പെങ്ങന്മാരാണോ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ, നിങ്ങളുടെ അമ്മയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫാണോ? നിങ്ങൾ അവരോടൊക്കെ ഒന്ന് ചോദിക്കുക, എന്താണിത്, അല്ലെങ്കിൽ ഇതിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്, അത് എന്താണ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതിനൊന്ന് നിങ്ങൾക്ക് സഹിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ
എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ നമ്മൾ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലീക്കേജ് ഉണ്ടാവും ചില സമയത്ത്. നമ്മൾ ഈ പരസ്യമൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഭയങ്കര തിന്നാണ്, ലീക്കേജ് പ്രൂഫാണ് എന്നൊന്നും കണ്ട് വാങ്ങിയ സമയത്ത് മിക്കവാറും അക്കിടി പറ്റിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ നൈറ്റിൽ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്രൊട്ടക്ഷൻ കേട്ടോ. അത് ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ 1-2 തവണ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പാഡ് വേണ്ട വിധം കവറപ്പ് ചെയ്യില്ല. അപ്പോൾ ആ ടൈമിൽ ലീക്കേജ് ഉണ്ടാകും. നമ്മളുടെ ഡ്രസ്സിലും നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മളുടെ ബെഡ്ഷീറ്റ്, നമ്മളുടെ പുതപ്പ്, അതിലൊക്കെ ലീക്കേജ് കാരണം ബ്ലഡ് വരും, സ്റ്റെയിൻ വരും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നതാണ് ബാക്കിലും കൂടി കവർ ചെയ്യാൻ പറ്റുന്ന പാഡ് ഉണ്ടോയെന്ന് കേട്ടോ. അല്ല, രാത്രിയൊക്കെ എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് ഞാൻ യൂഷ്വലി 3 പാഡൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് കറക്റ്റ് മറ്റേ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞ പോലെ ഏത് വഴി വന്നാലും തടയണം എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഡാണ് കേട്ടോ വാങ്ങിച്ചത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയൊരു സംഭവമായിരുന്നു. ഈ കോർട്ടെക്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കോർട്ടെക്സ് എന്ന് പറഞ്ഞ പാഡാണ്. ഇതിൽ ഒരു പാക്കറ്റിൽ 16 പാഡ്സ് ആണുള്ളത്. ഇതിന് 30 ദിറംസ് ആണ് കേട്ടോ. ഇതിൽ ഇവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലീക്ക് ചാനൽസ് ഭയങ്കരമായിട്ട് ഉണ്ട്, പിന്നെന്താണ് ഹെവി ഫ്ലോ വന്നാലും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നൈറ്റ് കവറേജിന് കണ്ടതുകൊണ്ട് വാങ്ങിയതാണ്. ആൻഡ് യൂസ് ചെയ്ത് നോക്കി. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പാഡ് എപ്പോഴും ഇങ്ങനെയാണ് വരിക. ഇപ്പോഴത്തെ പാഡുകളെല്ലാം ഒരു അഡീഷണൽ കവർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, നമുക്ക് ദ്രവിച്ചു പോകുന്ന ടൈപ്പ് ബയോഡിഗ്രേഡബിൾ മെറ്റീരിയലാണ്. ഇത്രയും വലിയ പാഡാണ് കണ്ടോ, ഇത്രയും വലിയ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും. ഈ സൈഡിലെ ഈ ബാക്ക് സൈഡ് അത്യാവശ്യം ഒരു എന്താ പറയുക വിട്ടുണ്ട് ഈ ഒരു ബാക്ക് സൈഡിലേക്ക്. അപ്പോൾ നമ്മൾ യൂഷ്വലി എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഇതുപോലെ തന്നെ കേട്ടോ സാധാരണ പാഡ്സ് വരിക. ബാക്കിൽ അത്രയും ഒരു വിട്ട് ഞാൻ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ പാഡ് നമുക്ക് അത്യാവശ്യം നല്ലൊരു കവറേജ് തരുന്നുണ്ട്. പിന്നെ നല്ല ലീക്കേജ് പ്രൊട്ടക്ഷനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതിങ്ങനെ റിമൂവ് ചെയ്യും. ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ വിങ്സ് എന്ന് പറയും, നിങ്ങൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും വിങ്സ് എന്ന് പറയുന്നത്. ഇതാണ് വിങ്സ്. അപ്പോൾ ഇത് നമ്മൾ എന്താണോ യൂസ് ചെയ്ത് നമ്മളുടെ അണ്ടർവെയറിൽ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതും കൂടെ ഇങ്ങനെ വെക്കും. അപ്പോൾ എന്തായി, ഇതിവിടെ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കും. അപ്പോൾ ഇത് മൂവ് ചെയ്യില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എന്തായി, ഇത്രയും സൈഡ് നമുക്ക് കണ്ടോ ഇങ്ങനെ നിൽക്കും. ഇത്രയും സൈഡ് നമുക്കൊരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഉറങ്ങുന്ന സമയത്തൊക്കെ ബാക്കിലേക്ക് നല്ല ഒരു കവറേജ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ കുറേ നാൾ ഇതായിരിക്കും യൂസ് ചെയ്യുക. ഇത് ഞാൻ സാധാരണ ഓൾവേസിൻ്റെ പാഡൊക്കെയാണ് വാങ്ങാറ്. നാട്ടിലാവുമ്പോൾ സ്റ്റേ ഫ്രീ ഒക്കെയാണ് വാങ്ങാറ്. പക്ഷേ ഇത്രയും ഒരു അടിപൊളിയായിട്ടുള്ളൊരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ സാനിറ്ററി നാപ്കിൻസൊക്കെ നമ്മളെപ്പോഴും ഇത്രയും വാങ്ങിച്ച് വെക്കണം, ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങണം. ഇതിനൊക്കെ ബദലായിട്ട് മെൻസ്ട്രൽ കപ്സ് വരുന്നുണ്ട്, പല സൈസിൽ വരുന്നുണ്ട്. കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊരു സിന്തറ്റിക്, എനിക്ക് തോന്നുന്നു സിന്തറ്റിക് റബ്ബർ സംതിങ് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അത് 1-2 എണ്ണമൊക്കെ മതി. അത് കറക്റ്റായിട്ട് നമ്മുടെ വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഡെയിലി 2 or 3 അതെടുത്തിട്ട് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ആ ഒരു പീരീഡ് സൈക്കിൾ കഴിയുന്ന സമയത്ത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് സംസാരിച്ചു, ഒരു പീരീഡ്സ് കടന്നു പോകുന്ന സമയത്ത് ഒരു ലേഡിയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സംസാരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസിലൂടെയാണ് കടന്നു പോകുന്നതെന്നൊക്കെ സംസാരിച്ചു. എന്തുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണം തോന്നിയത്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്ന സമയത്ത് അവളിങ്ങനെ പറയുമായിരുന്നു, എന്നെക്കാളും ഒരു 4-5 വയസ്സ് കൂടുതലേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. അവളുടെ കുട്ടി, അവളെ ഏർലി മാരേജ് ആണ് കേട്ടോ. അവളുടെ മോനി ഇവൾക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് വരില്ല, ഭയങ്കരമായിട്ട് ഒരു അറപ്പ് പോലെയൊക്കെ ബിഹേവ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ആൺപിള്ളേരുടെ ഒരു മൈൻഡ് നിങ്ങളതൊന്ന് മാറ്റണം കേട്ടോ. നമ്മളെ പെൺപിള്ളേരെയാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. പക്ഷെ നമ്മൾ പെൺപിള്ളേർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നോ അതൊക്കെ നമ്മൾ ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം, അവരും അറിയണം. കാരണം ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം അറിയാൻ പാകത്തിന് ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും എല്ലാം അറിയണം. ജെൻഡർ ഡിഫറൻസ് ഇല്ലാണ്ട് തന്നെ ആൺപിള്ളേരുടെ കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് വരുന്ന ചേഞ്ചസ് ആൺപിള്ളേരും അറിയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതാണ് നല്ലത്. മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഒരു ഗ്രോണപ്പ് സ്റ്റേജിലും അഡൾട്ടറി സ്റ്റേജിലൊക്കെ വരുന്ന സമയത്ത് അതാണ് നല്ലത്. അപ്പം ഇതുവരെ കണ്ട് ഇങ്ങോട്ട് എത്തിയ എല്ലാവരോടും ഒരു വലിയ നന്ദിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്ക് കമൻറ്റിൽ സംസാരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് റിഗാർഡ്സ്, ഡിയർ സിന്ദഗി. ബൈ.